ഹലോ, നമസ്കാരം. നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് തുടങ്ങാൻ പോകുന്നത് തിങ്കളാഴ്ച തൊട്ടാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറേ പേര് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് ഞാൻ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചൊവ്വാഴ്ച കൊണ്ട് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അതായത് ഞാൻ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരും. ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഞാൻ നോർമൽ ഡയറ്റാണ് എടുക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് കീറ്റോ എടുത്തതുകൊണ്ട് കീറ്റോ ആണോ നോർമൽ ഡയറ്റ് ആണോ എന്നൊക്കെ ഡൗട്ട് വന്നിരുന്നു. ഞാൻ നോർമൽ ഡയറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്, കീറ്റോ ഇപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഇത്ര വണ്ണം വന്നത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് PCODയുടെ ഇഷ്യൂസ് ഉണ്ട്. അത് കുറച്ച് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസാണ്. ടാബ്ലറ്റ് ഡെയിലി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പം അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പം ഈ വണ്ണം ഉള്ളതിൻ്റെ പേരിൽ, അതായത് എനിക്ക് വണ്ണം വന്നത് ഫുഡ് കഴിച്ചിട്ടല്ല. എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ നല്ല വണ്ണം ഉണ്ട്. പിന്നെ PCODയും കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്ക് ഓവർ വെയിറ്റ് ആയി. പക്ഷേ ഇപ്പോൾ ഉള്ള വണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുന്നതും കൂടെ ഒരു ഫാക്ടറാണ് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം അതും ഒരു ഫാക്ടറാണ്. അല്ലാതെ ഞാൻ ഫുഡ് കഴിക്കാതെ വെച്ച വണ്ണമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനിപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വണ്ണവും ഉണ്ട്. പിന്നെ പെട്ടെന്നാണ് എനിക്ക് വെയിറ്റ് വെക്കുന്ന ഒരു ബോഡിയാണ് കേട്ടോ എൻ്റെത്. പെട്ടെന്ന് വെയിറ്റ് വെക്കും. അപ്പം ഞാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വെയിറ്റ് പെട്ടെന്ന് കുറയുകയും ചെയ്യും. പക്ഷെ ശ്രമിക്കാതിരിക്കുന്നതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മാത്രമല്ലല്ലോ, ഈ വണ്ണമുള്ള കുറേ പേരുടെ പ്രശ്നങ്ങൾ അത് തന്നെയാണ്. നമ്മൾ ഈ ശ്രമിക്കും, കുറച്ച് ദിവസം കഴിയുമ്പം നമ്മളത് വിടും, നമുക്കതൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്കറിയാം. കാരണം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ഇപ്പം ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മ പോലെ ഒരു ഗ്രൂപ്പ്, ഒരു സപ്പോർട്ടിങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് ആണല്ലോ. അപ്പം വെയിറ്റ് ഉള്ള ഒരാൾക്കാണ് മറ്റൊരു വെയിറ്റ് ഉള്ള ഒരാളുടെ വിഷമങ്ങൾ പറയുമ്പോൾ കൂടുതൽ അത് റിലേറ്റ് ചെയ്യാനും അവരുടെ വിഷമങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വണ്ണമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ വിഷമങ്ങൾ പറയുമ്പം അവരാദ്യം പറയുന്നവർ എന്താ പിന്നെ വണ്ണം കുറയ്ക്കൂ, നിൻ്റെ വണ്ണം ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ വരുന്നത് എന്നേ പറയുള്ളൂ, പുച്ഛിച്ച് വിടും. പക്ഷേ വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ മറ്റൊരാൾ വണ്ണമുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളും ഭയങ്കരമായ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ച് വരുമ്പം മിക്കവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിൽ പ്ലാനിങ് ചെയ്യും. നമ്മൾ ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനിങ് ചെയ്യും. പക്ഷേ പ്ലാനിങ് ഒക്കെ ആ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെൻ്റെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, എല്ലാവരുടെയും ഒരു പ്രശ്നം ഇത് തന്നെയാണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജനുവരി 1 നമ്മൾ ഡയറ്റ് തുടങ്ങും. ഞങ്ങളുടെ റെസൊല്യൂഷൻ അതായിരുന്നു കേട്ടോ. 1 ഡയറ്റ് തുടങ്ങും. ഒരു 100ഓളം പേരുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. 1 ഡയറ്റ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു. പക്ഷേ ജനുവരി 1 തന്നെ രാത്രി പോയി എല്ലാവരും മിക്കവരും ഫുഡ് കഴിച്ചു. കാരണം ന്യൂ ഇയർ അല്ലേ, അപ്പോൾ അന്നത്തെ ദിവസം വേണ്ടാന്ന് കരുതി കഴിച്ചു. രണ്ടാമത്തെ ദിവസം കഴിച്ചു. അതങ്ങനെ നീണ്ടുപോയി. ഓക്കെ, ലാസ്റ്റ് ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെയുള്ള ഡയറ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഫെബ്രുവരിയും ഈ നിമിഷം വരെ അത് നടന്നിട്ടില്ല. അപ്പം ഇപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ എടുക്കാം എന്നാണ്. അതായത് ഞങ്ങൾ എല്ലാവരും തിങ്കളാഴ്ച തൊട്ട് ഡയറ്റ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതെന്തായാലും മുടങ്ങില്ല. കാരണം ഇതെന്തായാലും ഞാൻ മുടങ്ങാതെ ചെയ്യൂ എന്നുള്ളത് ഞാനിപ്പോൾ തന്നെ കരുതിക്കൂട്ടി വച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം എന്നെ തല്ലിക്കൊല്ലും. കാരണം കുറേ ആയിട്ട് ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ നോമ്പ് തുടങ്ങി, ഇന്നോട്ടല്ലേ നോമ്പ് തുടങ്ങണേ. അപ്പോൾ നോമ്പ് തുടങ്ങിയെന്ന് എൻ്റെ ഗ്രൂപ്പിലും കുറേ പേര് പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്കറിയാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഇപ്പോൾ ഡയറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്കറിയാം നമ്മൾ ഡയറ്റിലിരിക്കുന്ന ടൈമിലാണെങ്കിൽ നോമ്പിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിറയെ ഫുഡും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന മണം സഹിച്ചിരുന്നിട്ട് രാത്രി കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അതൊരു ചെറ്റത്തരാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിശപ്പ് വന്നാലും നോമ്പ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കഴിക്കില്ല. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് ഹെൽത്തി വേർഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. 1 മന്ത് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ പറ്റും. ചിക്കനൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. കൂടുതൽ അങ്ങോട്ട് വറുത്തതും പൊരിച്ചതും ബിരിയാണിയൊക്കെ കഴിക്കാതിരുന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. പിന്നെ ഞാനത് ചെയ്യണം എന്നാരെയും നിർബന്ധിക്കില്ല. കാരണം 3 നേരം പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നടക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പം
നിങ്ങളടുത്ത് പട്ടിണി ഇരുന്നിട്ട് രാത്രി ഒന്നും കൊണ്ടുവെക്കുന്ന കഴിക്കരുത് എന്ന് പറയാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാനും തുടങ്ങണമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 15 ദിവസം കഴിയട്ടെ. കാരണം വിശക്കുമല്ലോ, ഇപ്പം നല്ല ഫുഡ് കഴിപ്പാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ജസ്റ്റ് ഫുഡ് നോർമൽ ഉള്ള ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചൊക്കെ കഴിക്കാമെന്നാണ് കരുതുന്നത്, വറുത്തതും പൊരിച്ചതും ഒക്കെ നിർത്തിയിട്ട്. കാരണം നല്ല രീതിയിൽ വിശക്കും. ഈ ഒരു മാസം ഞാൻ ഭയങ്കരമായ രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കണ്ടോ, ചെറിയ രീതിയിൽ പിമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം പ്രോപ്പർ ഫുഡ് അല്ലാത്തതിൻ്റെയാണ്. പ്രോപ്പർ ഫുഡായി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ കഴുത്തിൽ കണ്ടോ ചെറിയ പിമ്പിൾ വന്നുണ്ടോ, ഇതൊരു പിമ്പിൾ വന്നതാണ്. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്താണെങ്കിലും കഴുത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും പിമ്പിൾ വന്നാൽ പാടാവും. ഇത് ചൂടൂരുമാണ് കേട്ടോ ഈ വന്നേക്കുന്നത്, ചൂടൂരു. അതിന് പോകണം. കാരണം ഇത് ഫുഡിൻ്റെ ആണ്. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് തന്നെ ബോഡി ഭയങ്കര ഹീറ്റാണ്. അതിൻ്റെ കൂടെ ചൂടൊട്ടും താങ്ങാൻ പറ്റൂല. ഇപ്പോഴത്തെ ചൂട് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് എനിക്കത് വന്നിരിക്കുന്നത്. ഇനി അത് മാറ്റിയെടുക്കണം. പിന്നുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തിനാ വെറുതെ പറയണേ, ഡയറ്റ് തുടങ്ങുമ്പം കാണിച്ചു തരാം. അപ്പം ഞാൻ ഡെയിലി ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ളതും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷോർട്സിൽ വരും. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ റെസിപ്പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലോങ് വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. കൂടെ നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വരും. അപ്പോൾ അതൊന്ന് അപ്ഡേഷൻ തരണം എന്ന് തോന്നിയിട്ടോ. അപ്പം നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചെയ്യണം. ആരൊക്കെ ചെയ്താലും എൻ്റെ കൂടെ ആരൊക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാത്രമല്ല നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് തികച്ചും ഫ്രീ ആണ്. നമ്മളെപ്പോലെ വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ വണ്ണം ഉള്ളവർ മാത്രം അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അല്ലാതെ ചുമ്മാ വെറുതെ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പല്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട്, അതിൽ നമ്മൾ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഈ വണ്ണുള്ളവരുടെയൊക്കെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിട്ടും ഡയറ്റ് ചെയ്തും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. പിന്നെ കട്ടയ്ക്ക് നമുക്ക് ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആരൊക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് ഈ 30 ദിവസം എൻ്റെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. 30 ദിവസം കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ടൈമാണ്. കാരണം അത് ചിലർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ മറ്റു ചിലർക്ക് വണ്ണമുള്ളവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എത്ര അങ്ങോട്ട് വിചാരിച്ചിട്ടും എനിക്ക് ഡയറ്റ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലെങ്കിലും ഒരു ഫെയിലിയർ ആവാതെ കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. വെറുതെ എൻ്റെ പേര് വിളിച്ചിട്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലവിൻ്റെ സിമ്പിളെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എനിക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് റിപ്ലൈ തരാൻ ഭയങ്കര സന്തോഷമാണ്. അതിനൊക്കെ ഞാൻ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടിട്ട് ഞാനുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നെ. നമുക്ക് ഇനി ചൊവ്വാഴ്ച നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെയും ബൈ. പിന്നെ നോമ്പെടുക്കുന്നവരൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ചൂടാണ്, അറിയാലോ, ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാനൊക്കെ ഇപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമൊക്കെ കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ബൈ.